ഇന്നേ ദിവസം യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ സധൈര്യം നമുക്ക് പ്രഖ്യാപിക്കാം. ഇപ്രകാരം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്നെ പരിപൂർണമായി രക്ഷിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തു എനിക്ക് മതിയായവനെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ പരിപൂർണമായി രക്ഷിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തു എനിക്ക് മതിയായവനെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്നേ ദിവസം യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യത്തെ നമ്മൾ ഉയർത്തുകയാണ്. അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നു: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവിടുന്ന് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന, നിന്നെ രക്ഷിക്കുന്ന, നിന്റെ 3 തലങ്ങളിൽ, അതായത് ഒരു മനുഷ്യന്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും 3 ഡൈമെൻഷൻസ് ഉണ്ട്. അപ്രകാരമാണ് ബൈബിളിൽ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. ഏതാണ് ആ 3 ഡൈമെൻഷൻ? ആത്മാവ്, മനസ്സ്, ശരീരം, സ്പിരിറ്റ്, സോൾ, ബോഡി. ഈ 3 ഡൈമെൻഷനെയും കർത്താവ് രക്ഷിക്കും. നിന്റെ ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പരിഹാര ബലിയായി തീർന്നത്. യേശുക്രിസ്തു നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, വീണ്ടും ജനിക്കണം. അതായത് ഒരു മനുഷ്യന്, ജഡത്തിൽ നിന്ന് ജനിച്ച മനുഷ്യന് ഈ ആത്മലോകത്തെക്കുറിച്ചൊക്കെ അറിവ് ലഭിക്കണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണമെന്ന് യേശു പറയുന്നതിന്റെ കാരണം, നമുക്ക് ഈ 3 തലങ്ങളുണ്ടെന്ന് അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലൂടെ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് നിനക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നു. ഹല്ലേലൂയ. മനസ്സിന്റെ രക്ഷ ഇന്ന് അവിടുത്തെ വചനത്തിലൂടെ, അവിടുത്തെ സ്നേഹത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ, സഭയുടെ ശുശ്രൂഷകളിലൂടെ നമ്മൾ ഓരോ ദിവസവും ആ മനസ്സ് പുതുക്കി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും, നമ്മുടെ ബോഡി ഇരിക്കുന്ന ഈ ഒരു റലത്തിനും വീണ്ടെടുപ്പ് ഉണ്ട്. സ്പിരിറ്റ്, സോൾ, ബോഡി, ഈ 3 തലങ്ങളെയും കംപ്ലീറ്റ്ലി റിഡീം ചെയ്യുന്ന കർത്താവിന്റെ ആ വീണ്ടെടുപ്പിന്റെ ശക്തിയുടെ അഭിഷേകം ഇന്ന് നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ ആ വചനം, ഞാൻ പലപ്പോഴും ആ വചനത്തിലൂടെ ആ വചനം വായിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവനെ ഒരുപാട് തവണ കർത്താവിന്റെ ആ സ്നേഹം അനുഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശു ദൈവമല്ലേ? യേശു ദൈവമല്ലേ? എന്നാൽ പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി തീർന്ന് നമുക്ക് ആ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയായി. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ കടന്നുപോയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വേറൊരാളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവരോട് അനുകമ്പ തോന്നും, അല്ലെ? യേശു നിന്നെപ്പോലെ എല്ലാ കാര്യങ്ങളും എന്നെപ്പോലെ നമ്മളെപ്പോലെ സദൃശ്യനായി തീർന്ന് നമ്മളൊക്കെ കടന്നു പോകുന്നതിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ, വേദനകളിലൂടെ അവൻ കടന്നുപോയി. ഇന്ന് നിന്നോട് സഹതാപമുള്ള, അനുകമ്പയുള്ള, സ്നേഹമുള്ള ആ യേശു ക്രിസ്തുവിനെ നിനക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പുത്രനാം ദൈവത്തെ മനുഷ്യപുത്രൻ ഇപ്രകാരം നമ്മളോട് റിലേറ്റബിൾ ആയി നിൽക്കുമ്പോൾ തന്നിലൂടെ, ആ മനുഷ്യപുത്രനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ, അതുവരെ മനുഷ്യപുത്രൻ വരുന്നവരെ ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് വിദൂരങ്ങളിൽ ഇരിക്കുന്ന, നമുക്കൊരിക്കൽ അപ്രാപ്യമായ ഒരു സംഭവമായിട്ട് മനുഷ്യന് തോന്നുകയായിരുന്നെങ്കിൽ, മനുഷ്യർക്കിടയിലേക്ക് ദൈവം കടന്നു വന്ന് സ്നേഹമാകുന്ന ദൈവത്തെ നമുക്ക് വരച്ച് കാണിച്ച് വ്യക്തമാക്കി നമ്മുടെ നടുവിലൂടെ ഈ സ്പിരിറ്റ്, ആത്മാവിന്റെ ലോകത്തെയൊക്കെ നമുക്ക് തുറന്നു തന്ന്, സ്നേഹമുള്ളൊരു പിതാവാണ് ദൈവം എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ വരച്ചു തന്ന്, തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി ആ ക്രൂശിൽ കടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ സ്നേഹത്തിന്റെ രാജ്യത്തിലേക്കുള്ള വാതിൽ തുറന്നു തന്ന യേശു മെശിഹ, യേശു ക്രിസ്തു, ഈശോ മെശിഹ നമുക്ക് മതിയായവനാണ്. ഇന്ന് വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപിക്കാം. ഈ സ്നേഹനിധിയായ യേശു എനിക്ക് മതിയായവനാണ് ഇന്ന് നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച ദൈവപുത്രൻ, എന്റെ ആത്മാവിനെ രക്ഷിച്ച ദൈവത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ തലങ്ങളിലേക്കും നമ്മുടെ ബോഡി ഇരിക്കുന്ന നമ്മുടെ ഫിസിക്കൽ റലത്തിലേക്കും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഈ സ്പിരിറ്റ്, സോൾ, ബോഡിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്നത് പിടികിട്ടുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം ഒക്കെ എടുത്ത് വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി ദൈവത്തിന്റെ വചനം എപ്രകാരമാണ് നമ്മുടെ ചേതനയും മനസ്സിനെയും ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നത് എന്നുള്ള ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യു ഹാവ് എ സ്പിരിറ്റ്, യു ഹാവ് എ സോൾ ആൻഡ് യു ഹാവ് എ ബോഡി. ഈ 3 തലങ്ങൾ നിനക്കുണ്ട് എന്നുള്ള കാര്യം ദൈവം വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി നൽകുന്ന കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ചുമ്മാ ഒരു കുഴപ്പമില്ലാതിരിക്കുമ്പോൾ പോലും ചില മനുഷ്യർക്ക് ഇങ്ങനെ അസ്വസ്ഥത വരുന്ന പോലെ, അല്ലെങ്കിൽ എവിടെ നിന്ന് അറിയാൻ പറ്റും ചില പ്രശ്നങ്ങൾ വരുന്നത് പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നു. അതൊക്കെ സ്പിരിറ്റ് തലത്തിൽ നടക്കുന്ന ചില ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ആ മേഖലകളിൽ, ആത്മാവിന്റെ ലോകത്തിൽ നടക്കേണ്ട വിടുതലുകൾ, ആ വിടുതലുകൾ മുഴുവനും യേശുക്രിസ്തുവിലൂടെ നിനക്ക് ലഭിക്കും.
അതിന് നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിൽ വിശ്വസിച്ച് ആ ക്രൂശിൽ മറഞ്ഞിരിക്കുമ്പോൾ, യേശുവിന്റെ ശരീരത്തിൽ തറയ്ക്കപ്പെട്ട ക്രൂശിൽ നിനക്ക് വേണ്ടി ബലിയായി തീർന്ന ക്രിസ്തുവിൽ നീ മറഞ്ഞിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിറയപ്പെടുകയാണ്. ഇന്ന് അനേകരിലേക്ക് ആ കൃപയുടെ വലിയ വർഷം ഈ നിമിഷം കടന്നു വരുന്നു. ആത്മാവാം ദൈവമേ, ക്രൂശിതനിൽ ഞങ്ങൾ മറഞ്ഞിരിക്കുമ്പോൾ അവന്റെ ആ നിറവിൽ, പരിശുദ്ധാത്മാവെ അങ്ങയുടെ ആ നിറവിൽ, യേശുവെ അങ്ങയുടെ ആ കൃപയുടെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും പണിതുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.